മച്ചു, നീ എന്താ ആലോചിക്കുന്നത്? നിരാഹാര വ്രതം ഇരുന്ന കാര്യം അമ്മ അറിഞ്ഞതിനെ പറ്റിയാണോ? അത് കളയാനന്തേ. ഇന്നേതായാലും ആന്റിക്ക് കല്യാണിയോടുള്ള നിന്റെ പ്രണയം മനസ്സിലായി കാണും. അതൊരു പോസിറ്റീവ് സിഗ്നലാ. അങ്ങനെയെങ്കിലും നിന്റെ പ്രണയം ആന്റി അറിഞ്ഞല്ലോ. പിന്നെ ഇനി കുറച്ചു സമയം കൂടെ കഴിയുമ്പോ കല്യാണിയുടെ വ്രതം അവസാനിക്കും. വ്രതം അവസാനിപ്പിച്ച് അവൾ അഖിലാന്റിയോട് നിന്നെ കല്യാണം കഴിക്കണം എന്ന വരം കൂടെ ചോദിച്ചു കഴിയുമ്പോ നിന്റെ ലവ് സ്റ്റോറി സൂപ്പർ ക്ലൈമാക്സിൽ അവസാനിക്കും. എന്നിട്ട് വേണം നമുക്കതൊരു സിനിമയാക്കാൻ. എന്താ മച്ചു ഇത്? ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കല്യാണി നിനക്ക് സ്വന്തമാവാൻ പോകുന്നു. ഇനിയെങ്കിലും നിന്റെ മുഖത്തൊരു സന്തോഷമൊക്കെ വരട്ടെ. കമോൺ. നീ പറഞ്ഞതുപോലെ എല്ലാം പോസിറ്റീവായിട്ട് നടക്കുന്നെങ്കിൽ സന്തോഷം തന്നെ. പക്ഷെ നടക്കുന്നത് നെഗറ്റീവ് ആണെങ്കിലോ? എന്താ മച്ചു നീ വെറുതെ. മതി. തിങ്ക് പോസിറ്റീവ് എന്നല്ലേ നീ പറയാൻ വന്നത്? അതെ, തീർച്ചയായും. സോറി ശബരി, എല്ലാം പോസിറ്റീവായി ചിന്തിച്ചു വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നെങ്കിൽ എനിക്കത് ഒരുപക്ഷെ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതാണ് പ്രശ്നം. ആ ഷോക്കിൽ ചിലപ്പോ വേറെ ചില കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനായെന്ന് വരും. നീ കണ്ടില്ലേ, അമ്മ അറിയരുതെന്ന് കരുതിയ കാര്യം വരെ ഇപ്പൊ അമ്മ അറിഞ്ഞിരിക്കുക. എന്തിനാ ഈ വ്രതം, ആർക്ക് വേണ്ടിയാ നീ ഉണ്ണാവ്രതം ഇരിക്കുന്നതെന്ന് ചോദിച്ചു തുടങ്ങിയപ്പോഴാ ഞാൻ ബോധം കെട്ട് വീണത്. മയക്കം തെളിഞ്ഞ ശേഷം ഇതുവരെ അമ്മ അതിനെപ്പറ്റി ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. അത് ഓർക്കുമ്പോ വാസ്തവത്തിൽ എനിക്കിപ്പോ ഭയോ തോന്നുന്നത്. നോക്കു മച്ചു, നിന്റെ അമ്മയുടെ വിചാരത്തിലൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. കല്യാണി വ്രതം പൂർത്തീകരിച്ച് നിന്നെ വേണമെന്ന് വരം ചോദിച്ചാ ആന്റിക്ക് അത് സാധിച്ചു കൊടുത്തേ പറ്റൂ. എന്താ, അതല്ല ശാസ്ത്രം? ശാസ്ത്രമൊക്കെ അത് തന്നെ. പക്ഷേ കല്യാണി നീ പറഞ്ഞതുപോലെ അമ്മയോട് വരമായി എന്നെ ചോദിച്ചില്ലെങ്കിലോ? ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എനിക്ക് ഉറപ്പാ, കല്യാണി നിന്നെ തന്നെ വേണമെന്ന് വരം ചോദിച്ചിരിക്കും. നീ പറയുന്നത് പോലെയൊക്കെ നടന്നാ സന്തോഷം. മറിച്ചാണെങ്കിൽ അതിന്റെ ഫലം നീ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഞാൻ ചിലത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടായി പറയുന്നത്. മച്ചു, നീ എന്തൊക്കെയാ പറഞ്ഞേ? മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞ? ഞാനും കല്യാണിക്ക് വേണ്ടി 3 ദിവസം വ്രതം എടുത്തതല്ലേ. എന്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം കടുപ്പത്തിലുള്ളതായിരിക്കും. മച്ചു, നീ വെറുതെ മനുഷ്യനെ ഭ്രാന്താക്കല്ലേ. ഒരുമാതിരി മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ച് സംസാരിക്കാതെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി കുറച്ച് സമയം കൂടി കല്യാണി വ്രതം അവസാനിപ്പിക്കട്ടെ, എന്നിട്ട് പറയാം. നീ പോയി അവളുടെ അവസ്ഥ എന്തായി നോക്ക്. ചെല്ല പോ. എന്തുപറ്റി ആന്റി? നേരം വെളുത്തപ്പോ തൊട്ടേ അവളെ നോക്കി ഒറ്റ നിപ്പാണല്ലോ. ആന്റിയും ഇനി സത്യപ്രമാണ വ്രതം എടുക്കാനുള്ള വല്ല പരിപാടിയുണ്ടോ? അല്ല, ഉടൻ വരം കിട്ടുന്ന ഏർപ്പാടാണല്ലോ. ഒന്ന് പോടി അവിടുന്ന്. അവളുടെ ഒരു തമാശ. 3 ദിവസത്തെ കഠിന വ്രതം പൂർത്തിയാക്കിയിട്ട് ഇന്ന് അവള് വരം ചോദിക്കാൻ പോകുന്ന സമയം. അത് എന്തായിരിക്കുന്ന ടെൻഷനില്ല ഞാനിപ്പോ. ആന്റി, അവള് തൃച്ചംബരത്തെ മൂത്ത മരുമകളാവാനുള്ള വരം ചോദിച്ചാ നമ്മൾ എന്ത് ചെയ്യും? ഹോ, എനിക്കത് ഓർക്കുമ്പോ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. എങ്കിൽ ഞാൻ മുംബൈയിൽ നിന്ന് ആളെ ഇറക്കും. 2 എണ്ണത്തിന് വെടിവെച്ചുവല്ല. ഈ ചന്ദ്രപ്രതാപ് ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാ.
കല്യാണി, നിന്റെ വ്രതം ഇന്ന് പൂർത്തിയാവും. ഇനി എന്ത് സംഭവിക്കുന്നത് നീ ചോദിക്കാൻ പോകുന്ന വരത്തിലാ. മാഡത്തിന് സന്തോഷവും സമാധാനവും ഇല്ലാതാക്കുന്ന എന്തെങ്കിലും നീ ചോദിച്ചാൽ മകളാന്നൊന്നും നോക്കി നിന്ന് വരില്ല. കഴുത്തിലെ രുദ്രാക്ഷമാല മുറുക്കി തന്നെ കൊന്നുകളയും ഞാൻ. നോക്കിക്കോ. അയ്യോ, അങ്ങനെ വലിയ ഡയലോഗ് ഒന്നും അടിക്കല്ലേ എന്റെ ദാസേട്ടൻ സാറേ. മോള് പാചകക്കാരി മാത്രമല്ല, നല്ലൊരു സാഹസക്കാരി കൂടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അല്ലെങ്കിൽ ഇങ്ങനെ ജലപാനം പോലും ഇല്ലാതെ 3 ദിവസത്തെ വ്രതം പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ. ആ, എനിക്കറിയാം ഇവൾ ഇതൊന്നും വെറുതെ കാണിച്ചു കൂട്ടുന്നതല്ലെന്ന്. ഇവൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവളുടെ പ്ലാൻ നടന്ന അതോടെ ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും എന്നേക്കുമായി പോയി കിട്ടുന്നു ഉറപ്പാ. എന്നിട്ട് വേണം നിങ്ങളുടെ മുഖത്ത് നോക്കി കുടുംബദ്രോഹിന്ന് വിളിക്കാൻ. മാഡം, ഇവൾ എന്റെ മോളൊക്കെ തന്നെയാ. പക്ഷേ ഇവളീ കാണിച്ചതൊന്നും എനിക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതാ ഞാനും എന്റെ മോനും ഇങ്ങോട്ട് വരിക പോലും ചെയ്യാത്തത്. ഇവളീ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കുന്ന വരമാണ് ചോദിക്കുന്നതെങ്കിൽ വെറുതെ വിടില്ല ഞാൻ. മാഡത്തിന് എന്നെ വിശ്വസിക്കാം. ഇത് ദാസ് പറയുന്ന വാക്കാ. അയ്യോ, മതി മതി, നിർത്ത്. ഇനി ആരൊക്കെ ഇവളെ വെറുതെ വിട്ടാലും ഞാൻ ഇവളെ വെറുതെ വിടാൻ പോകുന്നില്ല. തൃച്ചംബരത്തിന് ദ്രോഹം ചെയ്ത ഇവളുടെ കഴുത്തിൽ കുരുക്കിടുന്ന ആരാച്ചാരും ഞാനായിരിക്കും, ഈ വിലാസിനി. ആദ്യം ഇവളെ കണ്ണു തുറന്ന് വരം ചോദിക്കട്ടെ. അതിനുശേഷം ഇവളെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഞാൻ. ആന്റി, ദേ അഖിലാന്റി വരുന്നുണ്ട്. തൃച്ചംബരത്ത് തറവാട്ടിലുള്ളവർക്ക് അന്തസ്സും അഭിമാനവും കൊടുത്ത വാക്കുമാണ് പ്രധാനം. കല്യാണി വ്രതം അവസാനിപ്പിച്ച് പാല് കുടിച്ച് എന്നോട് വരം ചോദിക്കുന്നതുവരെ ഇവിടെ ആരും ഇനി മിണ്ടാൻ പാടില്ല. അച്ഛാ, ദേ
ആനന്ദേ, കല്യാണി കണ്ണു തുറന്നു. അമ്മയോട് വരം ചോദിക്കാൻ പോവാ. പെട്ടെന്ന് വാ. നന്നായി വരട്ടെ. അങ്ങനെ നീണ്ട 35 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സത്യപ്രമാണ വ്രതം നടന്നിരിക്കുന്നു. നിന്റെ ലക്ഷ്യം നല്ലതായതുകൊണ്ടാ ഇപ്പോഴും വിളക്കിങ്ങനെ കെടാതെ കത്തി നിൽക്കുന്നത്. അടുത്ത ചടങ്ങ് ഞാൻ പാൽ നൽകി നിന്റെ വ്രതം അവസാനിപ്പിക്കുന്നതാ. അതിനുശേഷം വേണം നീ എന്നോട് വരം ചോദിച്ചു വാങ്ങാൻ. സുജാത മാഡം, വ്രതം മുറിക്കാനുള്ള പാലെടുത്ത് വെക്കാൻ പറഞ്ഞിരുന്നു. വച്ചോ? രാവിലെ തന്നെ റെഡിയാക്കി വെച്ച് മാഡം. ഇപ്പൊ കൊണ്ടുവരാം. കല്യാണി, ഇനി നിനക്ക് ഈ രുദ്രാക്ഷവും തലമുടി കെട്ടുമൊക്കെ അഴിക്കാം. കല്യാണി, ഇത് നിനക്കുള്ള വിസയും പാസ്പോർട്ടുവാ. അങ്ങ് നരകത്തിൽ പോയി എന്നേക്കുമായി തപസിരിക്കാനുള്ള വിസയും പാസ്പോർട്ടും. അവളുടെ ഒരു സത്യപ്രമാണ വ്രതം.
പാല്. കല്യാണി, ഈ പാല് കുടിച്ച് വ്രതം അവസാനിപ്പിക്കേ. കുടിക്കടി, കുടിക്ക്. ഇന്ന് നിന്റെ അവസാനത്തെ കുടിയാ. ഇനി ഞാൻ വരം തരുന്നതിന് മുൻപ് എനിക്കൊരു വാക്ക് തരണം നീ. പറഞ്ഞോളൂ മാഡം, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എന്ത് നേടാൻ ഉദ്ദേശിച്ചാണോ ഈ വ്രതം എടുത്തു തുടങ്ങിയത്, അത് തന്നെ വേണം വരമായിട്ട് ചോദിക്കാൻ. ഒരു കാരണവശാലും വരം മാറ്റി ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി മാഡം. ശരി, നിനക്ക് എന്തു വരവാ വേണ്ടത്? മാഡം, എനിക്കൊരു കല്യാണം ഏർപ്പാട് ചെയ്ത് തന്നിരുന്നു. വിലാസിനി മാഡത്തിന്റെ ബന്ധു ചന്ദ്രപ്രതാപുമായിട്ടുള്ള കല്യാണം. എനിക്ക് വരം വേണ്ടത് ആ കല്യാണം മാഡം നല്ലതുപോലെ നടത്തി തരണമെന്നാ. ഓ ഗോഡ്, എന്താ കല്യാണി ഇത്? ഇത്ര സില്ലിയായ കാര്യത്തിന് വേണ്ടിയാണോ നീ ഇത്ര കഠിനമായ വ്രതം അനുഷ്ഠിച്ചത്? ഇതൊരു സാധാരണ കാര്യമല്ലേ, അതിനെന്തിനായി വ്രതം? ഇതുവരെ സാധാരണ കാര്യമല്ല മാഡം. ഇത്രയും നാള് മാഡം എനിക്ക് എത്രയോ കല്യാണാലോചനകൾ നോക്കി, ഒന്നും നടന്നില്ലല്ലോ. ഓരോരോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങി. അതാ ഈ കല്യാണമെങ്കിലും മുടങ്ങാതിരിക്കാൻ ഇങ്ങനൊരു വ്രതം എടുത്തത്. ഈ കല്യാണം നടക്കണം, അതാ എന്റെ അച്ഛന്റെ ആഗ്രഹം. ഒരിക്കലും അതിന് നടക്കാതിരിക്കരുത്. അതാണ് എന്റെ ആവശ്യം. ഓ എന്റെ ഈശ്വര, മോളെ, അച്ഛന് സന്തോഷായി. നീ അച്ഛന്റെ മാനം കാത്തിരിക്കുക. ഈ കുടുംബത്തിന്റെയും. അച്ഛൻ ഇപ്പൊ തന്നെ പോയി ദേവിക്ക് പൂജ നടത്തിയിട്ട് വരാം. അനികൂട്ടാ, വാ. കല്യാണി, നീ ആവശ്യപ്പെട്ട ഈ കല്യാണം നടന്നിരിക്കും. ഇനി അതിനെക്കുറിച്ച് ടെൻഷൻ ഒന്നും വേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഏതായാലും നീ 3 ദിവസമായി ഊണും ഉറക്കവും ഇല്ലാതെ വ്രതം എടുത്തതിന്റെ നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. പോയി ആഹാരം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്ക. ചെല്ല.